ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു 21 സെഷൻ പ്രത്യേകിച്ച് എങ്ങനെയാണ് മൾട്ടി ബാഗർ ഫണ്ട് അനാലിസിസ്, എങ്ങനെയാണ് വാല്യുവേഷൻ, എങ്ങനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് നമ്മൾ അസസ് ചെയ്യുന്നത്, എങ്ങനെയാണ് P&L കൺസിസ്റ്റൻസിനെ കുറിച്ചുള്ള, എങ്ങനെയാണ് നല്ല സ്റ്റോക്സിനെ നമ്മൾ കണ്ടെത്തുന്നതിനെ കുറിച്ചുള്ള ഒരു 5 days ഫണ്ടമെന്റൽ അനാലിസിസ് പ്ലസ് അടുത്ത 16 days എന്താ പറയണ്ടേ ഷോർട്ട് സ്വിംഗ് ട്രേഡ് പ്ലസ് ഏത് മാർക്കറ്റിലെ ഏറ്റവും നല്ല ട്രേഡ് ആയിട്ടുള്ള 1 week ട്രേഡിന്റെ ഒരു ക്ലാസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. താങ്കൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ prosit23@gmail.com മെയിൽ ചെയ്താൽ ഞാൻ ഡീറ്റെയിൽ അയച്ചു തരുമായിരിക്കും. മാർക്കറ്റ് എങ്ങോട്ടെന്നുള്ളതിൻ്റെ നമ്മുടെ അടുത്ത എപ്പിസോഡാണ്. ചില പ്രത്യേക കാര്യങ്ങൾ ഇതിനകത്ത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. തീർച്ചയായും താങ്കൾക്ക് അത് ഫോളോ ചെയ്യാം. 2023 നമ്മുടെ GDP വാസ് 8% ആയിരുന്നു. 2024 GDP 7% മാറി. ലേറ്റസ്റ്റ് ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത് 6.4% ആണ്. RBI ഫോർകാസ്റ്റിനെക്കാട്ടിലും RBI ഫോർകാസ്റ്റ് 7% ആണ്, അതിനേക്കാളും 0.6% താഴെയാണ് ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് GDP താഴെ പോയി? അതിൻ്റെ റീസൺസ് എന്തെല്ലാമാണ്? നമ്മുടെ ജനറൽ ഇലക്ഷൻ Q1 Q1 ജനറൽ ഇലക്ഷൻ വന്നുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ക്യാപെക്സ്, ദാറ്റ് മീൻസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വളരെ വീക്കായിരുന്നു. അതിൻ്റെ ഒരു റിക്കറിങ് എഫക്റ്റാണ് നമ്മളൊക്കെ കഴിഞ്ഞ ഒരു 8 മാസം ഫേസ് ചെയ്ത ഒരു ഇഷ്യൂ മാർക്കറ്റിൽ. അതുകൊണ്ടാണ് GDP താഴെ പോകാനുള്ള മെയിനായിട്ടുള്ള കാരണം. അതാണ് കംപ്ലീറ്റ് മാർക്കറ്റിനെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയെ സ്ലോ ഡൗൺ ചെയ്ത വലിയൊരു കാര്യം. ഇതിനോടൊപ്പം തന്നെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്സ്, രണ്ടാമത്തെ കാര്യം ഇൻട്രസ്റ്റ് റേറ്റിനോടൊപ്പം തന്നെ ഫിസ്ക്കൽ സ്റ്റിമുലസ്, സപ്പോർട്ടീവായിട്ടുള്ള എന്താ പറയുക സ്റ്റിമുലസുകൾ വളരെ വീക്കായിരുന്നു. അതിനോടൊപ്പം തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലെൻഡിങ് നോംസ്, ഇത് നാലും കൂടി ഒരുമിച്ച് വന്നപ്പോഴത്തേക്കും ഹോൾ ഇൻഡസ്ട്രിയെ ബാധിച്ചു, ഹോൾ മാർക്കറ്റിനെ ബാധിച്ചു, പെർഫോമൻസിനെ ബാധിച്ചു. നമ്മൾ 2022-23 കമ്പനികളുടെ പെർഫോമൻസ് നോക്കാൻ നേരത്ത് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ കഴിഞ്ഞ Q3 റിസൾട്ട്സ് സീസൺ തീരാറായി. ആ സീസണുമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾ നോക്കിയോ വളരെ വളരെ വീക്കാണ്. ഏതാനും ചില കമ്പനികൾ നല്ല റിസൾട്ട് കൊടുത്തെങ്കിൽ പോലും ഈ കമ്പനികളുടെ മാർജിനൽ സേഫ്റ്റി വീക്കായിപ്പോയി. മാർജിനൽ സേഫ്റ്റി വീക്കായതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് വന്നിട്ട് പോലും ഈ കമ്പനികൾക്ക് മാർക്കറ്റിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതേസമയം എക്സലന്റ് റിസൾട്ട് കൊടുക്കുകയും എക്സലന്റ് EPS ഗ്രോത്ത് കൊടുക്കുകയും ചെയ്ത ഏതാനും കമ്പനികൾക്ക് എക്സലന്റ് മാർജിനൽ സേഫ്റ്റിയും കൂടെ വന്നതോടുകൂടി ഈ ഏതാനും സ്റ്റോക്കുകൾ അത് കഴിഞ്ഞ ഒരു 3 weeks ആയിട്ട് 25-30% കയറുകയും ചെയ്തു മാർക്കറ്റിൽ. അങ്ങനത്തെ സ്റ്റോക്കുകളും തീർച്ചയായും മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ ബേസിക്കലി ഓവറോൾ അനാലിസിസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ GDP ഗ്രോത്ത് ആണ് വലിയൊരു ഡേറ്റ ആയിട്ട് നമ്മളെ സംബന്ധിച്ച് അറ്റ് പ്രസന്റ് 8% നിന്നും 6.4% ഫോർകാസ്റ്റിലേക്ക് പോകാമെന്ന് വെച്ചാൽ സംതിങ് അറൌണ്ട് ക്ലോസ് ടു 25-30% ഡീ ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. ആ ഡീ ഗ്രോത്ത് ആണ് കമ്പനികളുടെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഓവറോൾ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്തിരിക്കുന്ന വലിയൊരു കാര്യം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഇന്റർനാഷണൽ എൻവയറമെന്റും കൂടെ എടുക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടല്ലേ ആൾക്കാർ ഡോളർ ഇൻഡെക്സ് എന്ന് പറഞ്ഞ് ഡോളർ വെസസ് 7 കറൻസികളുടെ ബാസ്ക്കറ്റാണ് ഡോളർ ഇൻഡെക്സ്. പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഡോളറിന്റെ പെർഫോമൻസ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് കയറി പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. നമുക്കറിയാം ഡോളർ കയറി കഴിഞ്ഞാൽ സാധാരണ എന്താ സംഭവിക്കുന്നത്? പൊതുവെ ഇൻ ജനറൽ അത് ഇക്വിറ്റി മാർക്കറ്റിന് ഒരു നെഗറ്റീവാണ്. ഇക്വിറ്റി മാർക്കറ്റിനെ സീരിയസ് ആയിട്ട് ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാര്യം എന്താ? വലിയ FISും വലിയ കൂടുതലായിട്ട് $1 billion ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇക്വിറ്റി എന്നുള്ള അസറ്റ് ക്ലാസ്സിൽ നിന്നും അവർ മറ്റുള്ള അസറ്റ് ക്ലാസ്സിലേക്ക് അവർ മാറാനുള്ള സാധ്യത കൂടുതലാണ്. ബോണ്ടിന്റെ റേറ്റ് കൂടും, ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്സ് കൂടും, ആൾക്കാർ ബോണ്ടിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇക്വിറ്റിയിലെ അൺസർട്ടനിറ്റിയെക്കാട്ടിലും ആൾക്കാർ കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ബോണ്ട്സിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ടുള്ള ഗോൾഡിന്റെ ട്രെൻഡ്, അൺഎക്സ്പെക്ടഡ് ലെവൽ ഓഫ് ട്രെൻഡാണ് ഗോൾഡിൽ നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഗോൾഡ് ട്രെൻഡ് വരാനുള്ള കാരണം? നമ്മളെ ലോകത്തിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടൊരു ബുള്ളിയൻ മാർക്കറ്റാണ് ലണ്ടൻ മാർക്കറ്റ്. ലണ്ടൻ മാർക്കറ്റിൽ നമ്മൾ ലേറ്റസ്റ്റ് ഡേറ്റ വെച്ച് ലണ്ടൻ മാർക്കറ്റിൽ ഫിസിക്കൽ ഗോൾഡിന്റെ ഷോർട്ടേജ് ഹ്യൂജ് ആണ് ലണ്ടൻ മാർക്കറ്റിൽ. കാര്യം ലണ്ടൻ മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആൾക്കാർ സോഫാർ $134 billion ഗോൾഡാണ് അവർ അമേരിക്കയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അമേരിക്കയിൽ എന്താ നടക്കുന്നത്? അമേരിക്കയിൽ ഡിജിറ്റൽ ഗോൾഡിന്റെ പ്രൈസ് ഹ്യൂജ് ആയിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണിക്കുന്നത് ഒരു സൈഡിൽ ലിക്വിഡിറ്റി ക്രഞ്ച് വരുന്നു ലണ്ടൻ മാർക്കറ്റിൽ. അതിനോടൊപ്പം തന്നെ ലണ്ടൻ മാർക്കറ്റിൽ നടക്കുന്ന അടുത്തൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ എക്സ്റ്റൻഡഡ് ഡെലിവറി ടൈമാണ്. ഡെലിവറി ടൈം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു ഫിസിക്കൽ ഗോൾഡിന്റെ അഭാവത്തിൽ. ഈ ഗോൾഡെല്ലാം ട്രാൻസ് അറ്റ്ലാന്റിക് കടന്നിട്ട് US ട്രാൻസ്ഫർ നടന്നത് അത് ടെമ്പററി ആയിട്ട് നടക്കുന്ന കാര്യമാണോ പെർമനന്റ് ആണോ എന്നുള്ള കാര്യം നമുക്ക് സോഫാർ നമുക്ക് അതിനെക്കുറിച്ച് അസസ്മെന്റ് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഒരു സംഗതി നടക്കുന്നൊരു കാര്യമാണ്. ഡിജിറ്റൽ അസറ്റ്സ് US പ്രത്യേകിച്ച് ഗോൾഡിന്റെ മാർക്കറ്റിൽ ഡിജിറ്റൽ ഗോൾഡിന്റെ ട്രെൻഡ് സോഫാർ വളരെ വളരെ ഹ്യൂജ് ആയിട്ട് നടക്കുന്നൊരു കാര്യമാണ്. പിന്നെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ആൾക്കാർ ഇക്വിറ്റിയിൽ നിന്നും പൈസ ആൾക്കാർ മാറ്റിയിട്ട് ഗോൾഡ് കണക്കുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് ധാരാളം ആൾക്കാർ, വലിയ ആൾക്കാരെല്ലാം അങ്ങോട്ട് മാറി. കുറേ ആൾക്കാർ
നമുക്ക് കാണാൻ സാധിക്കുമല്ലേ ശരിക്കും അക്രോസ് ദി വേൾഡ് ഒരുമാതിരി എല്ലാ സെൻട്രൽ ബാങ്ക്സും കഴിഞ്ഞ 2 കൊല്ലം ഹ്യൂജ് ആയിട്ടുള്ള ഗോൾഡ് പർച്ചേസാണ് വേൾഡ് മാർക്കറ്റിൽ നിന്ന് നടത്തിയിരിക്കുന്നത്. അത് കാര്യം ആ പർട്ടിക്കുലർ മെറ്റീരിയലിനോടുള്ള ആൾക്കാരുടെ വിശ്വാസം, ആ ഒരു ഇക്വിറ്റി ആയിട്ട് കമ്പയർ ചെയ്യാൻ നേരത്തെ പല മാർക്കറ്റിലും ഇക്വിറ്റി മാർക്കറ്റ് വല്ലാതെ സ്ട്രെച്ച് ചെയ്യുന്നെന്നുള്ള ഒരു കൺഫ്യൂഷൻ ശരിക്കും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ പരിധിവരെ സ്ട്രെച്ച്ഡ് ആയിരുന്നു വാല്യുവേഷൻ. കുറേ വാല്യുവേഷൻ കറക്ഷൻസ് ആണ് നമ്മൾ ഈയിടെ കണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ലെവൽ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ കുറേ റീസൺസ് നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് താഴെ പോയെന്നുള്ളതിൻ്റെ. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഗവൺമെൻറ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ തീർച്ചയായും അത് മാർക്കറ്റിൽ ഒരു വൈബ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു ബൊണാൻസ ആയിട്ട് നമുക്ക് ഇൻകം ടാക്സിലുള്ള ഹോൾ ചേഞ്ച് നമ്മൾ കണ്ടു. അതിനോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിച്ച വലിയൊരു കാര്യം RBI ആഫ്റ്റർ എ പീരീഡ് ഓഫ് 5 years RBI റേറ്റിൽ ഒരു 0.25% റേറ്റ് കുറച്ച കാര്യം നമ്മൾ കണ്ടു. ഇതൊക്കെ GDP-യിൽ എഫക്റ്റ് ചെയ്ത് GDP-യുടെ ഡേറ്റയിൽ ഇതൊക്കെ കറക്റ്റായിട്ട് വരുന്ന ഒരു സമയം തീർച്ചയായും ആ സമയത്താണ് മാർക്കറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉണർവിലേക്കൊക്കെ ഒരു സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അതുകൊണ്ട് തന്നെ താഴ്പോകുന്ന മാർക്കറ്റ് താഴെ പോയി ഏതെങ്കിലും ലെവൽ ഓഫ് കൺസോളിഡേഷൻ ചെയ്തിട്ട് ഈ കൺസോളിഡേഷനിൽ മാർക്കറ്റ് ഡേറ്റയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ശരിക്കും ഈ ഡേറ്റ എന്ന് പറയുന്നത് നമുക്ക് Q3 റിസൾട്ട് നമ്മൾ കണ്ടു അല്ലേ. റിസൾട്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര റിസൾട്ട് ഒന്നും അല്ല, വളരെ വീക്കാണ് റിസൾട്ട്സ് ഇൻ ജനറൽ പറയാൻ നേരത്തെ. ഇനിയിപ്പോൾ Q4 റിസൾട്ടിലെ നമ്മൾ കിടക്കുകയാണ്. Q4 റിസൾട്ട് പോലെ അതിൻ്റെ ഇമ്പാക്റ്റ് വരുമെന്ന് ചോദിച്ചാൽ Q4 റിസൾട്ട് ഹാർലി 3 മാസമുള്ളൂ Q4 റിസൾട്ടിന് ഇനിയുള്ളത്. അതുകൊണ്ട് തന്നെ Q4 റിസൾട്ടിൽ ഇമ്പാക്റ്റ് വന്നില്ലെങ്കിൽ പോലും അടുത്ത Q1 റിസൾട്ടിൽ ഒരു പക്ഷേ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറിനൊപ്പം തന്നെ ബാങ്ക് ഇൻട്രസ്റ്റ് കുറച്ചതും ഒക്കെ ഒരു GDP-യെ സപ്പോർട്ട് ഡേറ്റയിലേക്ക് വരാൻ സാധിക്കുകയാണെങ്കിൽ മാർക്കറ്റ് അത് വലിയൊരു സപ്പോർട്ട് കൊടുക്കാനുള്ള സാധ്യത തീർച്ചയായും നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രീംലി കെയർഫുൾ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് 100% നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി. ബൈ ഓൺ ഡിപ്പാണ് എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റോക്കൊക്കെ മേടിക്കാൻ പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെർഫോമൻസ് നല്ലതായിട്ട് കാര്യമില്ല, ക്യാഷ് ഫ്ലോ സൂപ്പർവായിരിക്കണം, മാർജിൻ ഓഫ് സേഫ്റ്റി എക്സലൻ്റ് ആയിരിക്കണം. ഇതൊക്കെയാണ് ബെയർ മാർക്കറ്റിൽ ആൾക്കാർ സ്റ്റോക്ക് സെലക്ഷൻ നോക്കുന്ന കാര്യങ്ങൾ. തീർച്ചയായും താങ്കളും അത് നോക്കിയേ മതിയാകൂ ഇൻവെസ്റ്റ്മെൻറ്റ് പോകാൻ നേരത്തെ. മറ്റൊരു വീഡിയോക്ക് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്.